നമസ്കാരം. പരസ്യ പ്രസ്താവനകളിലൂടെ CPM-നെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ MLA PV അൻവർ ഒടുവിലിതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല വെട്ടിമാറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള തന്റെ ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി പകരം പാർട്ടി പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രമാണ് അൻവർ ഇപ്പോൾ കവർ ചിത്രമാക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അൻവറിന് സൈബർ സഖാക്കൾ വലിയ പിന്തുണയാണ് നൽകുന്നത്. വിവാദ വിഷയങ്ങളിൽ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് കവർ ചിത്രവും മാറ്റിയത്. സ്വർണ്ണക്കടത്ത് മാഫിയയുടെ പിന്തുണയോടെയാണ് അൻവർ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ തിരിഞ്ഞതെന്നാണ് സൂചനകൾ. ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ബോധ്യമായതോടെയാണ് അൻവർ തൽക്കാലം അടങ്ങി നല്ല കുട്ടിയായത് എന്നാണ് അറിയാനാവുന്നത്. പാർട്ടിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു. താൻ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കി നിൽക്കുന്നവർക്ക് നിരാശയെ വഴിയുള്ളൂ. ഈ പാർട്ടിയും ആളും വേറെയാണ്. താൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാവുമെന്ന ബോധ്യം തനിക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ പാർട്ടി നൽകിയ നിർദ്ദേശം അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്നും അൻവർ പ്രതികരിച്ചു. താൽക്കാലികമായി അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും അൻവർ തൊടുത്തുവിട്ട ആരോപണങ്ങളുടെ കുന്തമുനയേറ്റു വീണ വിഗ്രഹങ്ങളിലൊന്ന് ഇനി എത്ര മിനുക്കുപണി നടത്തിയാലും ചേർത്ത് വെക്കാനാവാത്തതാണ്. പാർട്ടിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം പോയെന്ന് വ്യക്തമാക്കും വിധത്തിലുള്ളതാണ് പുതിയ ഫേസ്ബുക്ക് കവർ. അൻവർ തിരുത്തണമെന്നാവശ്യപ്പെട്ട പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയതോടെ തൽക്കാലം അടങ്ങി നിൽക്കാതെ അൻവറിന് മുന്നിൽ വഴികളുണ്ടായിരുന്നില്ല. പാർട്ടി നിർദ്ദേശം ശിരസാവഹിക്കാൻ ബാധ്യസ്ഥനാണെന്ന് വ്യക്തമാക്കിയ അൻവർ പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് ഞായറാഴ്ച രാത്രി 8:30 സാമൂഹിക മാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കി. എന്തായാലും CPM-നെയും സർക്കാരിനെയും ആഴ്ചകളായി പ്രതിസന്ധിയിലാക്കിയ വിവാദത്തിനാണ് ഇതിലൂടെ ശമനമാകുന്നത്. പ്രതിഷേധവും വിമർശനവും ജനാധിപത്യത്തിന്റെ മാർഗങ്ങളാണെന്നും അൻവറിനും ആ അവകാശമുണ്ടെന്നുമായിരുന്നു തുടക്കത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പക്ഷേ അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ P ശശിയെയും ഒരു പരിധിവരെ മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കിയതോടെയാണ് പാർട്ടി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത്. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര MLA എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. പകർപ്പ് സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. സർക്കാരിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ്. ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല. ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പ്. തൽക്കാലം ഈ കുറിപ്പിൽ പിടിച്ചാണ് അൻവർ മുഖം രക്ഷിച്ചത്. അതേസമയം പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും സ്വർണ്ണക്കടത്തും ഗൂഢാലോചനയും അടക്കം നിരന്തരം ആരോപണങ്ങൾക്ക് വിധേയമാക്കിയ PV അൻവറിനെ മുഖ്യമന്ത്രി തള്ളിയിരുന്നു. അൻവർ കോൺഗ്രസിൽ നിന്നും വന്നയാളാണെന്നും ഇടതുപക്ഷ പശ്ചാത്തലമുള്ളയാളല്ലെന്നുമായിരുന്നു വിമർശനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമുള്ള MLA എന്ന നിലയിൽ അൻവർ ചെയ്യേണ്ടിയിരുന്നത് പ്രശ്നം പാർട്ടിയുടെയും തന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതോടെയാണ് അൻവറിന് തിരിച്ചടിയായതും. നന്ദി.